മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി DS6 മോഡലാണ്. നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡ്, എയർ ഫിൽറ്റർ, പ്ലഗ്, ബാക്ക് ബ്രേക്ക്, 2 ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതിൽ ബാക്കിൽ ബ്രേക്സ് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, അതിൻ്റെ ബോസ്റ്റർ കിടക്കുന്ന യൂണിറ്റാണ്. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ ബെൽറ്റ് ആയാലും വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മൾ എയർ ഫിൽറ്ററും അതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. എയർ ഫിൽറ്റർ ആയാലും നല്ല ഫിൽറ്ററാണ്, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. അതേപോലെ അതിൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗ് ആയാലും വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ടാറ്റ പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയുടെ ബാറ്ററിയാണ്. വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. ഇപ്പോൾ നിലവിൽ സെൽഫിന് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിന് വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.71 വോൾട്ട് കിട്ടുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിൻ്റെ കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് മാറ്റി കേട്ടോ. ബാറ്ററി സപ്പോർട്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ അതിൻ്റെ സെൻസർ, ഫ്യൂൽ പമ്പൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ഡൗൺ ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നമ്മളതിൻ്റെ ഡിസ്കിൻ്റെ പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പാഡൊക്കെ നമുക്ക് ഉപയോഗിക്കാണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഡിസ്ക് പാഡ് നമുക്ക് അതിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ നടത്തുന്ന സമയത്ത് കിട്ടിയൊരു കംപ്ലൈൻറ്റ് ഫ്രണ്ട് വഴി ഇവിടെ നിന്ന് നല്ലൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ചൊന്ന് റീസെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ സീറ്റ് കവർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സീറ്റ് ലോക്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്യാച്ചറൊന്ന് മാറ്റിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും ചെയ്ത് തരുന്നതിനുള്ളൊരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ എഞ്ചിൻ ഓയിലാണ് മാറ്റേണ്ടത്. പിന്നെ അതിൻ്റെ സീറ്റ് ക്യാച്ച്, സീറ്റ് കവറൊക്കെയാണ് മാറ്റണത്. അത് മാറ്റി വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.